നിനക്കറിയോ? ആ ഇപ്പൊ കേരളത്തില് പല സംഗതികളും നടന്നുകൊണ്ട് എന്താ ഇപ്പൊ ഇവിടെ നടക്കാത്തത്? ഇവിടെ എന്താ നടക്കാത്തത്? ഇവിടെ ഇപ്പോ ഒരു വക വാഹനാപകടം പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് പീഡനം, പിന്നെ അങ്ങനെ പോയിട്ട് തല്ല്, കുത്ത്, നായാട്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മറ്റോലെ വക കുറച്ച് സംഗതി, ആന, കരടി, പുലി, കടുവ, പന്നി, നായാട്ട് വേറൊരു വക, അങ്ങനെയെല്ലാം കൂടി ഇപ്പോൾ കേരളം എല്ലാം കൂടി ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വരാൻ പോവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പാർട്ടി കോൺഗ്രസ്സിൽ ഇപ്പം പറയാൻ പോകുന്ന മതേതരത്താണ്. അതായത് ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂട്ടുപിടിക്കണം. മുള്ള്, മുരിക്ക്, മൂർക്കം പാമ്പ് വരെ ഞങ്ങൾ കൂട്ടിപ്പിടിക്കും. അത് എന്തിനാന്നറിയോ? വോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇലക്ഷൻ വരികയാണ്. അൻവറിന്റെ പാർട്ടി അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു മനസ്സിലാക്കിയിട്ട് ഇപ്പൊ സ്ഥാനാർത്ഥിനെ കിട്ടാനില്ല. സ്ഥാനാർത്ഥി ഓൽദീന്ന് കൊണ്ടുവരൂലല്ലോ. ഏതെങ്കിലും വല്ല പണക്കാരും നോക്കിയിട്ടാണ് ഇക്കാരെ പഞ്ഞ് കൊണ്ടുവരാൻ പോവുക. കോൺഗ്രസ് നിന്ന് ചാടിച്ചും ഇപ്പോൾ സന്ദീപ് വാര്യരെ മറ്റേ ഇവനെ ചാടിച്ച മാതിരി എല്ലാവരും ചാടിച്ചു കൊണ്ടിട്ട് ഒരു സ്ഥാനാർത്ഥി, ഒരു പണക്കാരനെ കിട്ടണമല്ലോ. വിലത്തെത്തൂല്ല. തൂഫാനാ, കേരളം തൂഫാനായി കിടക്കുകയാണ്. മുൻകൂറൊക്കെ നീതിവാനാണ്. ഓഫർ ഇട്ടിട്ട് ബഡ്ജറ്റ് കച്ചവടം പോലെ അത്രയും കഷ്ടപ്പാടിലാണ് ഇപ്പം നമ്മളെ ഈ കേരളം നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വയസ്സിന് പ്രായപരിധി ഇല്ല. 75 പേർക്കും പ്രായപരിധി. പിണറായിക്ക് മാത്രം വയസ്സ് കുറയും. ബാക്കിയുള്ളവരൊക്കെ പ്രായപരിധിയിൽ പുറത്താ.